നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഏറെ ആശ്വാസം നൽകി ഹൈക്കോടതി വിധി. കഴിഞ്ഞ വർഷത്തെ ലഹളയുമായി ബന്ധപ്പെട്ട 12 കേസുകളിൽ ഇമ്രാൻഖാനെ 10 ദിവസം റിമാൻഡിൽ വിട്ടു നൽകാനുള്ള ഭീകരവാദ വിരുദ്ധ കോടതിയുടെ ഉത്തരവ് അസാധുവെന്ന് ലാഹോർ ഹൈക്കോടതി വിധിച്ചു. കൊല്ലപ്പെട്ട ഉക്രൈൻ സൈനികരുടെ അവയവങ്ങൾ റഷ്യ മോഷ്ടിച്ചു വിൽക്കുന്നതായി ആരോപണം. യുക്രൈനിയൻ യുദ്ധ തടവുകാരന്റെ ഭാര്യയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഗസയിൽ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായി നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളെ വഴിമുട്ടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി US ഹൗസിൽ നടത്തിയ പ്രസംഗം സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം നിർത്തില്ലെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണെന്നുമാണ് നെതന്യാഹു ബുധനാഴ്ച 54 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പറഞ്ഞത്. ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ശേഷം വിദേശ നയ വിഷയത്തിൽ ആദ്യമായാണ് ഇവർ പരസ്യമായി നിലപാട് വ്യക്തമാക്കുന്നത്. US പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോ ബൈഡന്റെ പ്രചരണ ഫണ്ടിൽ ലഭിച്ച തുകയിലാണ് ട്രംപ് പക്ഷം ഇപ്പോൾ കുരുക്കിട്ടിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിലെ പ്രചരണത്തിലൂടെ ബൈഡന് ലഭിച്ച ഫണ്ട് കമല ഹാരിസിന് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന ആവശ്യത്തിലാണ് ട്രംപ് പക്ഷത്തിന്റെ നിലപാട്. കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ ഇന്ത്യ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനമായ ഇന്ന് രാജ്യം രജത് ജയന്തി ദിവസമായി ആചരിച്ചു. വിദേശ സഹകരണത്തിന് കേരളം ഉദ്യോഗസ്ഥയെ നിയമിച്ചതിനെതിരെ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യ മന്ത്രാലയം കെ വാസുകി IASന്റെ പുതിയ നിയമനത്തിൽ കേരളത്തിന് താക്കീതും നൽകി. മുതിർന്ന നേതാക്കൾക്ക് ജില്ലയുടെ ചുമതല നൽകിയതിൽ KPCC യോഗത്തിൽ അതൃപ്തി. ജില്ലാ ചുമതല വഹിക്കുന്ന KPCCയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിമാരാണ് വിമർശനം ഉന്നയിച്ചത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യം ഇന്ന് 11ാം ദിവസത്തിലേക്ക്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 മന്ത്രിമാർ ഇന്ന് ഷിരൂരിലേക്ക്. ഫ്രാൻസും അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും 8 വർഷമായി നടത്തുന്ന തയ്യാറെടുപ്പുകൾ പരിപൂർണതയിലെത്തിക്കാൻ ഇനി ഒരു പകൽ മാത്രം. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 11 മണിക്ക് പാരീസിലെ ട്രക്കാദറോ ഉദ്യാനത്തിൽ ഒളിമ്പിക് ദീപം തെളിയുമ്പോൾ ദൃഢനിശ്ചയം എന്ന വാക്കിന് ഫ്രാൻസ് ഒരിക്കൽ കൂടി അടിവരയിടും. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.